നമസ്കാരം. വീക്ക് മാർക്കറ്റിലും സ്ട്രോങ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സെക്ടറായി മാറിക്കഴിഞ്ഞു വയർ ആൻഡ് കേബിൾ സെക്ടർ. വയർ ആൻഡ് കേബിൾ സെക്ടറിലെ പല സ്റ്റോക്കുകളുടെയും വെള്ളിയാഴ്ചയിലെ പെർഫോമൻസ് ഒന്ന് പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാവുകയും ചെയ്യും. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വയർ ആൻഡ് കേബിൾ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. KEA ഇൻഡസ്ട്രീസ് 26%, ഫിനോലെക്സ് കേബിൾ 26%, പോളിക്യാബ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 23%, RR കേബിൾ 14% ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു മാസത്തിൽ ഇൻഡെക്സ് ഫ്ലാറ്റ് നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്ഥാനത്താണ് വയർ ആൻഡ് കേബിൾ സെക്ടറിലെ കമ്പനികൾ ഈ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇനി വയർ ആൻഡ് കേബിൾ സെക്ടറിലെ കമ്പനികളുടെ പെർഫോമൻസ് ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണം കഴിഞ്ഞ Q3 കമ്പനികൾ നടത്തിയ പെർഫോമൻസ് ഈ Q4 തുടരാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളുടെയും കൂടാതെ കമ്പനികളുടെ കോളിൻ്റെയും റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇവിടെ ഈ സെക്ടറിൽ, അതായത് കൺസപ്ഷൻ സെക്ടറിൽ റിക്കവറി പ്രകടമായി കഴിഞ്ഞു. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയും അർബൻ റൂറൽ ഇലക്ട്രിഫിക്കേഷനും റിഫൈനറികളുടെ എക്സ്പാൻഷൻ ആൻഡ് അപ്ഗ്രഡേഷനും സോളാർ പവർ പ്രോജക്റ്റിലുള്ള ഗവൺമെൻറ്റിൻ്റെ എംഫസിസും ടണലിംഗ്, വെന്റിലേഷൻ പ്രോജക്റ്റുകൾ, ഹൈവേ, മെട്രോ റെയിൽ പ്രോജക്റ്റുകൾ എന്നിവയൊക്കെ വയർ ആൻഡ് കേബിൾസിൻ്റെ ഡിമാൻഡ് ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് വയർ ആൻഡ് കേബിൾസിൻ്റെ സെയിൽസിന് വേണ്ടി ഏർപ്പെടുത്തിയ GST റേറ്റ് കട്ടും കൺസപ്ഷനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന Q4 റിസൾട്ട് സെഷനിലും വയർ ആൻഡ് കേബിൾ സെക്ടറിലെ സ്റ്റോക്കുകൾ സ്ട്രോങ് പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് പല ബ്രോക്കേജ് ഏജൻസികളും വിശ്വസിക്കുന്നത്. കേബിൾ സെഗ്മെൻറ്റിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെയിൽസ് ഗ്രോത്തിനോടൊപ്പം തന്നെ റീറ്റെയിൽ സെയിൽസിലും വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട്. റീസെൻ്റ്ലി പുറത്തുവിട്ട പോളിക്യാബിൻ്റെ കോളിൽ പറഞ്ഞിരിക്കുന്നത് വയർ ആൻഡ് കേബിൾ സെക്ടറിലെ മൊമെൻറ്റം Q4 സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. RR കേബിളിൻ്റെ കോളിൽ പറഞ്ഞിരിക്കുന്നത് ഹെൽത്തി വോളിയം എക്സ്പാൻഷൻ, കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, പവർ റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് തുടങ്ങിയവയിലുണ്ടായിരിക്കുന്ന ഡിമാൻഡ് കമ്പനികളുടെ ഹെൽത്തി വോളിയം എക്സ്പാൻഷന് വഴിതെളിയിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ Q4 ഈ സെക്ടർ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനും ഈ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഓൾ ടൈം ഹൈയിലേക്കോ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ ബ്രേക്കൗട്ടോ നൽകാൻ സാധ്യതയുണ്ട്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ICRAയുടെ റിപ്പോർട്ട് പ്രകാരം KEA ഇൻഡസ്ട്രീസിൽ 15 മുതൽ 20% ഗ്രോത്താണ് 2026-28 ഫിനാൻഷ്യൽ ഇയറിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിലുള്ള ഗ്രോത്ത് ഒട്ടുമിക്ക വയർ ആൻഡ് കേബിൾ സെക്ടറിലെ സ്റ്റോക്കുകളിലും പ്രതീക്ഷിക്കാം. വയർ ആൻഡ് കേബിൾ സെക്ടറിലെ പല സ്റ്റോക്കുകളും 52 വീക്ക് ഹൈക്ക് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കുകളിൽ ഫ്രഷ് പൊസിഷൻ എടുക്കുക അഭികാമ്യമല്ല എങ്കിലും ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിൽ ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. പ്രമുഖ സ്റ്റോക്കായ പോളിക്യാബിനും ബൈ എന്ന റേറ്റിംഗും 18% അപ്സൈഡിൽ 9,600 രൂപയുടെ ടാർഗറ്റുമാണ് പ്രമുഖ ബ്രോക്കേജ് ഫിമായ മോത്തിലാൽ ഒസ്വാൾ നൽകിയിരിക്കുന്നത്. അതായത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ പോളിക്യാബ് എന്ന സ്റ്റോക്ക് 18% റിട്ടേൺ നൽകാൻ സാധ്യതയുണ്ടെന്ന് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കമ്പനിയുടെ സ്ട്രോങ് ഗ്രോത്ത് ട്രജക്ടറി, കൂടാതെ സെക്ടറിൽ വന്നിരിക്കുന്ന ഡിമാൻഡ്, കമ്പനി മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യുന്നത് തുടരുന്നത് എന്നിവയായിരിക്കും കമ്പനിയുടെ ഗ്രോത്തിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുക. മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇൻഡസ്ട്രിയുടെ തന്നെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണമായി മാറിയേക്കും. 2030 കമ്പനി 1.5 മടങ്ങ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കൈവരിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ റിയൽ എസ്റ്റേറ്റിലുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നതും റിയൽ എസ്റ്റേറ്റിനോടൊപ്പം തന്നെ അഫോർഡബിൾ ഹൗസിങ്ങിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതും കമ്പനിയുടെ സെയിൽസ് വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും. ഇനി വയർ ആൻഡ് കേബിൾ സെക്ടറിലുള്ള വ്യൂ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വയർ ആൻഡ് കേബിൾ സെക്ടറിൽ 40% അൺഓർഗനൈസ്ഡ് കമ്പനികളാണുള്ളത്. ഇവിടെ നിന്നും ഓർഗനൈസ്ഡ് കമ്പനികളുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ 30% മാർക്കറ്റ് ഷെയറാണ് പോളിക്യാബിനുള്ളത്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നും അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് കമ്പനികളിൽ നിന്നും ഓർഗനൈസ്ഡ് കമ്പനികളുടെ ഷെയർ ഗ്രോത്ത്, മാർക്കറ്റ് ഗ്രോത്ത് വളരുന്നത് കമ്പനികൾക്ക് സഫിഷ്യൻറ്റ് ഹെഡ്റൂം ഓപ്പർച്യൂണിറ്റിയും നൽകുന്നുണ്ട്. സ്ട്രോങ് ഡീലർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ നെറ്റ്വർക്കും പോളിക്യാബിൻ്റെ ഒരു പ്രധാന സവിശേഷത തന്നെയാണ്. 2 ലക്ഷത്തിലധികം ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ് കമ്പനിക്കുള്ളത്. അതോടൊപ്പം തന്നെ 24 അവർ റീപ്ലനിഷ്മെൻറ്റ് കപ്പാസിറ്റിയുള്ള 34ലധികം വെയർ ഹൗസുകളും കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നു. കൂടാതെ കമ്പനി എക്സ്പോർട്ടിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. China+1 എന്ന സോഴ്സ് ഷിഫ്റ്റ് സ്ട്രാറ്റജിയുടെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ് പോളിക്യാബ്. എക്സ്പോർട്ടിൽ നിന്നുള്ള റവന്യൂ 6% നിന്നും 10% ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിലും സ്ട്രക്ചറലി പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് സ്റ്റോക്കിലും കാണുന്നത്.
മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ട് പ്രകാരം പോളിക്യാബ് പോലുള്ള വയർ ആൻഡ് കേബിൾ സെക്ടറിലെ കമ്പനികൾക്കുള്ള ഏറ്റവും പ്രധാന ന്യൂനത കമ്പനിയുടെ റോ മെറ്റീരിയൽസിലുണ്ടായിരിക്കുന്ന വില വർധനവാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊമോഡിറ്റിയുടെ വില ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ചും കോപ്പറിൻ്റെ പ്രൈസിലുണ്ടായിരിക്കുന്ന വില വർധനവ് കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പോളിക്യാബ് പോലുള്ള വലിയ കമ്പനികൾ ഈ പ്രോബ്ലവും ടാക്കിൾ ചെയ്തു കഴിഞ്ഞു. കാരണം 70% വില വർധനവ് കമ്പനി വിജയകരമായി കൺസ്യൂമേഴ്സിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മെറ്റലിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഫ്ലക്ച്വേഷൻസ് കവർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അതിൻ്റെ ഇൻവെൻട്രി ഡേയ്സ് 21 മുതൽ 25 നിന്നും 40 മുതൽ 45 ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഡിമാൻഡ് സ്ട്രോങ് ആയി തുടരുന്നത് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഈ രീതിയിൽ തന്നെ തുടരുന്നതിന് കാരണമായേക്കും എന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനി അതിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രീമിയമൈസേഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പോളിക്യാബ് FMEG സെക്ടറിലും എക്സ്പോസറുള്ള ഒരു കമ്പനിയാണ്. ഫാൻ, ലൈറ്റിംഗ്, സ്വിച്ച് ഗിയർ, കണ്ട്യൂറ്റ്സ്, സോളാർ അപ്ലയൻസ് തുടങ്ങിയവയൊക്കെ കമ്പനി മാനുഫാക്ചർ ചെയ്യുകയും പ്രീമിയം പ്രൊഡക്റ്റുകൾ കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്നത് വഴി കമ്പനിയുടെ റവന്യൂ 1.5 മുതൽ 2 മടങ്ങ് വളർച്ച കൈവരിക്കാനും എബിറ്റ മാർജിൻ 8 മുതൽ 10% ഉയരാനും സാധ്യതയുണ്ടെന്ന് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വയർ ആൻഡ് കേബിൾ സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. പോളിക്യാബ്, KEI ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബ്രേക്കൗട്ട് വന്ന് സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി ബ്രേക്കൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് RR കേബിളാണ്. RR കേബിൾ 1562 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈ ആയ 1750-1800 എന്ന സോണിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. Q4 റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണെങ്കിൽ സ്റ്റോക്കിൽ 1800 മുകളിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1250 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്